ഹായ്, ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 3 എത്തി നിൽക്കുകയാണ്. അപ്പൊ വേവ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. അപ്പൊ കഴിഞ്ഞ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് നോർമൽ മോഡ്സ് ആണ്. നോർമൽ മോഡ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യുക. അതിന്റെ രണ്ട് എൻഡ് എന്താണ്, ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സ്ട്രിങ്ങിനെ ഞാനൊന്ന് എക്സൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്ന് പ്ലഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് വൈബ്രേറ്റ് ചെയ്യും ആണല്ലോ. അപ്പൊ നമ്മൾ രണ്ട് എൻഡിൽ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്ന സ്ട്രിങ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും. അതായത് ഇപ്പൊ ചിലപ്പം ഇങ്ങനെയായിരിക്കും, രണ്ട് വേവ് ആയിട്ട് പോവും, അല്ലെങ്കിൽ 3 വേവ് ആയിട്ട് പോവും, അല്ലെങ്കിൽ ഒറ്റ വേവ് ആയിട്ട് പോവും, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പാറ്റേൺസിനെയാണ് നമ്മൾ നോർമൽ മോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 3 മോഡ്സ് ആണ്. ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. അപ്പൊ നോക്കി, ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡിന്റെ ഒരു ഫിഗർ ഞാനൊന്ന് വരച്ച് കാണിക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. ഫസ്റ്റ് മോഡിൻ്റെത് ഇങ്ങനെ വരും. ഇതാണ് ഫസ്റ്റ് മോഡ്. ഇനി സെക്കൻഡ് മോഡ് വരുമ്പോഴത്തേക്കിനും രണ്ട് വേവ്സ് കണ്ടോ, ഇങ്ങനെ വരും. തേർഡ് മോഡ് എങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മോഡിലേക്ക് പോവാം. ഫസ്റ്റ് മോഡിന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാ ഫിഗർ വരയ്ക്കുന്നത്, രണ്ട് എൻഡ് ഫിക്സ്ഡ് ആണ്. ഇതേപോലെ ഒരു കണ്ണിന്റെ ഷേപ്പിലൊക്കെ വരും. ഓക്കെ ആണോ? നോക്കിക്കേ, ഞാൻ ഇതിൻ്റെ അകത്തൊരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് എടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ടാ എടുക്കുന്നത്, ക്യാപിറ്റൽ എൽ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി നോക്കി, നമ്മളൊരു ഫുൾ വേവ് എന്ന് പറയുന്നതല്ലേ ഇതാ. ഫുൾ വേവ് എടുക്കുമ്പോഴത്തേക്കിനും നമുക്കറിയാം, ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ മേക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു, വേവ് ലെങ്ത് ലാംഡയാണെന്ന് പഠിച്ചു, അല്ലേ? പക്ഷേ നമുക്ക് ഫസ്റ്റ് മോഡില് ആകെ ദാണ്ട് ഈ ഒരു പോർഷൻ മാത്രമല്ലേ ഉള്ളൂ. ഇതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഡയുടെ പകുതി പോർഷൻ, അതായത് λ/2 പോർഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലെ? ഇക്വേഷന് λ/2 എന്ന് പറയുന്നത് ഈ ലെങ്തിനോട് ഈക്വൽ അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, L = λ/2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് V = λ/ν. ഇക്വേഷൻ എങ്ങനെ വന്നെന്നറിയാലോ. അതായത് സ്പീഡ് ഓഫ് ദ വേവ് എങ്ങനെ കണ്ടുപിടിക്കും, V = ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെ? ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ എന്താണ് എടുക്കുന്നത്, വേവിന്റെ ലാംഡയാണ് എടുക്കുന്നത്. ഇനി ടൈം എന്ന് പറയുന്നത് t. സോ 1/t എന്താണ്, λ × ν. അങ്ങനെയാണ് നമുക്ക് V = λ/ν എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഞാൻ എന്ത് കണ്ടുപിടിക്കുന്നു, ലാംഡ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. എന്താണ് ഇവിടെ നിന്ന് ലാംഡ കിട്ടുന്നത്, λ = V/ν എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, നമ്മളുടെ ഇക്വേഷനിൽ ലാംഡ ഉണ്ടല്ലോ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, L = V/2 ഓൾറെഡി അവിടെ ഉണ്ട്. സോ 2ν എന്ന് കിട്ടും. ഇത്രയും കിട്ടിയല്ലോ. ഇനി ഈ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ന്യൂ എന്താന്ന് കണ്ടുപിടിക്കും. കാരണം നമ്മൾ ഫസ്റ്റ് മോഡിന്റെ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷനിൽ നിന്ന് ന്യൂ = V/2L കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് മോഡിന്റെ ഫ്രീക്വൻസി ആണല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ν1 എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്തോണം. ഇവിടെ നമുക്ക് V എന്ന് പറയുന്നതിനെ √T/m എന്ന് എഴുതാം. എന്താണ്, √T/m. സോ നമ്മൾ ഇത് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരും, ν1 = 1/2L √T/m എന്ന് കിട്ടത്തില്ലേ? സോ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് വിളിക്കും, ഫസ്റ്റ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ν1 = 1/2L √T/m.
അടുത്തത് നോക്കാം. സെക്കൻഡ് മോഡിന്റെ ഫിഗർ എങ്ങനെയാ വരുന്നത്? ഇതാ, 2 എൻഡ് ഫിക്സ്ഡ് ആണ്, ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഉണ്ട്. സോ ഇങ്ങനെയായിരിക്കും വേവ് വരുന്നത് അല്ലേ? ഇതിന്റെ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമുക്കറിയാം, ക്യാപിറ്റൽ L ആണ്. ഇനി ഇത് വേവിന്റെ പകുതി, ഇത് വേവിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുൾ വേവ് ഇവിടെ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ ഞാൻ രണ്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. കാരണം നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്തണം, അതുകൊണ്ടാണ് ഇതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊന്നും വരച്ചു വെക്കരുത്, ഇത് ഞാൻ മനസ്സിലാവാൻ വേണ്ടി വരച്ചാട്ടോ. അപ്പൊ നോക്കിക്കേ, ഇത് വേവിന്റെ ഹാഫ് ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ λ/2 അല്ലേ വരുന്നത് ഇത്രയും പോർഷൻ. അതേപോലെ തന്നെ ഇത്രയും പോർഷനും വേവിന്റെ പകുതിയല്ലേ വരുന്നുള്ളൂ, ഇതേ ഇത്രയും. അപ്പൊ ഇതിനെയും നമ്മൾ λ/2 എന്ന് എഴുതി. ഇനി നോക്കിയേ, എനിക്ക് L കിട്ടിയല്ലോ. L എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2 λ/2 ഈക്വൽ ആണ് അല്ലെ? അപ്പൊ 2 × λ/2. ഈ 2 വെട്ടിക്കളയാൻ വരട്ടെ, നമുക്ക് വേറൊരു ഇക്വേഷനിലേക്ക് വരണം, അതുകൊണ്ട് ഈ 2 വെട്ടിക്കളയണ്ട, അത് അതേപോലെ ഇടുക. ഇനി മുമ്പത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ലാംഡ എന്ന് പറയുന്നത് v/ν എന്ന് കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ ലാംഡ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിട്ടുന്നത് L = 2v/2ν എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി നോക്കി, ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ ന്യൂ ഇങ്ങോട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ന്യൂ = 2v/2l എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഈ v/2l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ν1 ആണെന്ന് മുമ്പത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടിയില്ലായിരുന്നോ? നോക്കിക്കേ, നമ്മൾ മുമ്പ് എഴുതിയിരിക്കുന്ന എന്തുവാ? ν1 = v/2l എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ 2 ക്യാൻസൽ ചെയ്ത് കളയില്ലെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? L = നമുക്കപ്പോ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ന്യൂ രണ്ടാമത്തെ മോഡ് ആയതുകൊണ്ട് ν2 = 2ν1 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് വേറൊരു രീതിയിലാക്കാം അല്ലെ? ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാം? ന്യൂ = 1/2l√T/m. അതിന്റെ കൂട്ടത്തില് ഇവിടെ ഒരു 2 കിടപ്പുണ്ടല്ലോ. സോ നമുക്കിവിടെ 2 × അല്ലെങ്കിൽ 2/2l√T/m എന്ന് നമുക്ക് എഴുതാം. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഇത് ഇത്രയും പോർഷൻ ആണല്ലോ ν1, അപ്പൊ ദാ ഇവിടെ നമുക്ക് 2ν1 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് മോഡ് എഴുതാം. എങ്ങനെ തേർഡ് മോഡ് വരയ്ക്കുക? 2 എൻഡ് ഫിക്സ്ഡ് ആണ്, സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ട്രിങ് ഉണ്ട്. ഇങ്ങനെ വരും നമ്മുടെ ഫിഗർ. ഓക്കെ. അപ്പൊ ഇവിടെ ഫുള്ള് സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആണ്. അതേപോലെ തന്നെ ഓരോരുത്തടത്തും ഓരോ വേവിന്റെ എങ്ങനെ വരും? ഇവിടെ λ/2 വരും, ഇവിടെ λ/2 വരും, ഇവിടെ λ/2 വരും. മൊത്തം നമുക്ക് എത്ര λ/2 കിട്ടി? 3 λ/2 കിട്ടി അല്ലേ? അപ്പോ ഇവിടുത്തെ ലെങ്ത് L എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 3 λ/2 ഈക്വൽ ആണ്. ഇനി നമ്മൾ മുമ്പേ ചെയ്ത അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ എന്താ? ലാംഡയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? v/ν എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? L = 3v/2ν എന്ന് വന്നു അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രീക്വൻസി ν = 3v/2l എന്ന് വന്നു. ഓക്കെ. v/2l എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ν1 ആണ്. സോ ν = 3ν1. അപ്പൊ നമുക്ക് മൂന്നാമത്തെ മോഡ് ആയതുകൊണ്ട് ν3 എന്ന് എഴുതാം. സോ നോക്കി, ഇവിടെ നമുക്ക് 3 ആണ് വന്നത്. സോ ഇത് തേർഡ് ഹാർമോണിക്സ് ആണ്. കഴിഞ്ഞ സെക്കൻഡ് മോഡിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. അതായത് നമുക്ക് ν2 എന്ന് പറഞ്ഞ് കിട്ടിയത് എന്തായിരുന്നു? 2ν1 അല്ലേ കിട്ടിയ? അതെന്ന് പറയുന്നത് സെക്കൻഡ് ഹാർമോണിക്സ് ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പം ഇവിടെ കിടക്കുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ 3 ആയതുകൊണ്ട് തേർഡ് ഹാർമോണിക്സ്. ഈ സെക്കൻഡ് ഹാർമോണിക്സിനെ നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്നും പറയുന്നുണ്ട്.
ഫസ്റ്റ് ഓവർടോൺ. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെ കാണാം, ഡെറിവേഷൻ, സെക്കൻഡ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്നൊക്കെ പറഞ്ഞ് കാണും. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇതെന്താണ്, 3 ν1 എന്ന് എഴുതാം. ഓൾസോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിക്ക് √T/m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാം. അപ്പൊ ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ് ഒക്കെ മനസ്സിലായോ? നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ക്ലോസ്ഡ് പൈപ്പ്. നോക്കിയേ, ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയും ഫസ്റ്റും സെക്കൻഡും തേർഡും മോഡ് പഠിക്കാനുണ്ട്. സോ ഒരു പൈപ്പ് എടുക്കുക, അതിന്റെ ഒരു എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനുള്ളിലൂടെ വേവ് എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു വളവുണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ ഇത് നോഡും ഇവിടെ വരുന്നത് ആന്റി നോഡും ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് മോഡിലേക്ക് പോവാം. ആകെ നമ്മൾ ഇവിടെ ഇതിന്റെ ലാംഡ കണ്ടുപിടിക്കുന്ന കേസ് മാത്രമേ ഉള്ളൂ കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, അതുപോലെ തന്നെ ഇവിടെ ആദ്യമേ നോട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് √Γ_p/ρ ആണ്. √Γ_p/ρ. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പൊ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും ലെങ്ത് ആണ്. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, നമ്മൾ ഒരു വേവ് എന്ന് പറയുന്നത് ഇത്രയുമാണ് അല്ലേ. ഇതിപ്പം ഈ വേവിന്റെ ദടി ഇത്രയും പോർഷനെ വന്നിട്ടുള്ളൂ എന്ന് കഴിഞ്ഞാല് ഇത്രയും. ഓക്കെ, ഇത്രയും പോർഷനാണ് നമുക്ക് വന്നേക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു ഇത്രയും നമുക്ക് λ/2 ആണ്. അപ്പൊ ഈ λ/2ന്റെ പകുതി അല്ലേ, ഇത് ഫുള്ള് ലാംഡയാണ്, ഇത് ഒരെണ്ണം λ/2 ആണ്. ആ λ/2ന്റെയും പകുതി ഇതേണ്ട ഇത്രയും വരും. അതല്ലേ ഇതേണ്ട ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതെന്താണ്, λ/4 ആണ്. λ/2ന്റെയും പകുതി. ഓക്കെ, λ/4 വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, λ/4 ആണ് കിട്ടുന്നത്. സോ നമുക്കിനി ബാക്കി ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാലോ. ഇതിന് ഈക്വൽ ആണെന്ന് പറയാം, L ഈക്വൽ λ/4ന് ഈക്വൽ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ലാംഡ എന്ന് പറയുന്നത് V/ν ആണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും, L = V/4ν. ν ഇവിടെ നിന്ന് കണ്ടുപിടിക്കുമ്പം V/4L എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വിക്ക് ഞാൻ മുമ്പേ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു വിയുടെ ഇക്വേഷൻ, √Γ_p/ρ. അപ്പൊ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ കണ്ടുപിടിച്ച എന്താണ്, ν1 ആണല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ ഫസ്റ്റ് മോഡ് ആയതുകൊണ്ട് ν1 കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ 1/4L √Γ_p/ρ നമ്മുടെ ഇക്വേഷൻ കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് മോഡ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് മോഡ്. സെക്കൻഡ് മോഡ്, അപ്പൊ സെക്കൻഡ് മോഡിലെ ഫിഗർ നോക്കിയ ക്ലോസ്ഡ് പൈപ്പ് ആണ്. ഇനി ഇതിൻ്റെ അകത്തെ ഫിഗർ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പരിപാടി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഫുൾ ലെങ്ത് എന്താണ്, L ആണെന്ന് പറയാം. ഇനി നോക്കി, ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റുമ്പം നമുക്കൊന്നുകൂടെ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ എക്സാമിനെ കട്ട് ചെയ്ത് വെക്കുന്ന എഴുതി വെക്കല്ലേ. അതെ, ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇത്രയും പോർഷൻ കണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ
വേവിന്റെ ഹാഫ് ആണ് അല്ലെ? അപ്പൊ വേവിന്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് λ/4. ഇവിടെയും നമുക്ക് പകുതിയാണ് വന്നേക്കുന്നത്, അതും λ/4. വീണ്ടും പകുതിയാണ് വന്നേക്കുന്നത്, λ/4. കണ്ടോ? പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തത്. അത് നിങ്ങൾ എക്സാമിന് വരച്ചു വെക്കരുത്. അപ്പൊ λ/4 എത്ര λ/4 കിട്ടി നമുക്ക്? മൊത്തം 3 λ/4. അപ്പൊ നമ്മളുടെ L എന്തിന് ഈക്വൽ ആണെന്ന് പറയാം? 3 λ/4ന് ഈക്വൽ ആണെന്ന് പറയാം. ഇനി നമുക്ക് ലാംഡയുടെ വാല്യൂ ഉണ്ട് v/ν. അത് നമ്മൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് L എന്ത് കിട്ടും? 3v/4ν എന്ന് കിട്ടി അല്ലെ? അതിൻ്റെ അകത്തുനിന്ന് ന്യൂവിന്റെ വാല്യൂ എന്താ? ഇവിടുന്ന് ന്യൂവിന്റെ വാല്യൂ ന്യൂ 3v/L എന്ന് കിട്ടി, 4L. ഇനി നോക്കിയേ, v/4L. v/4L എന്ന് പറയുന്നത് എന്താണ്? ന്യൂ1 ആണ് അല്ലേ? v/4L ന്യൂ1 ആണ്. സോ നമുക്ക് ഈ ന്യൂ2 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, സെക്കൻഡ് മോഡാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ന്യൂ2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3 × ന്യൂ1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഈ 3 × ന്യൂ1 എന്ന് പറയുമ്പോൾ ഇത് എത്രാമത്തെ ഹാർമോണിക്സ് ആണ്? തേർഡ് ഹാർമോണിക്സ് ആണ്. തേർഡ് ഹാർമോണിക്സ്. ഇനി അതേപോലെ തന്നെ ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെയാ? വിക്ക് √Γ p/ρ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും എഴുതാം. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, തേർഡ് മോഡ് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. അത് ഞാൻ എങ്ങനെയാണ് ലാംഡയുടെ വാല്യൂ എടുക്കുന്നതെന്ന് പറയാം. പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതാ തേർഡ് മോഡില് ഇങ്ങനെ ക്ലോസ്ഡ് പൈപ്പാണ്. സോ നമുക്കറിയാം എങ്ങനെ വരും. നമ്മുടെ ഫിഗർ ഇതാ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നോക്കി, ഞാൻ ഇതിന്റെ മിഡിൽ പോർഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേവിന്റെ പകുതിയുടെ പകുതി. അപ്പൊ ഇതെന്ത് വരും? ഇത് λ/4 വന്നു. അതേപോലെ ഇവിടെ ഇത് λ/4, ഇത് λ/4, ഇവിടെയും λ/4, അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ടല്ലേ λ/4. അപ്പം നമുക്ക് മൊത്തം എത്ര λ/4 വന്നു? 5 λ/4 വന്നു. 1 2 3 4 5 അല്ലേ? 5 λ/4 വന്നു. സോ നമുക്ക് ഇത് മൊത്തം ലെങ്ത് L ആണ്. സോ നമുക്ക് L എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാം? 5 λ/4 എന്ന് കൊടുക്കാം. ഇനി മുമ്പേ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? ലാംഡ ഈക്വൽ ടു v/ν എഴുതുക. എന്നിട്ട് നമ്മൾ എല്ലിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ന്യൂ കണ്ടുപിടിക്കുക. അവിടെ കിട്ടുന്നത് നമുക്ക് 5th ഹാർമോണിക്സ് ആയിരിക്കും. 5th ഹാർമോണിക്സ്. ഓക്കെ, ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇതേപോലെ തന്നെ ഇനി നമ്മൾ ഓപ്പൺ പൈപ്പിന്റെ കേസ് നോക്കാം. ഓപ്പൺ പൈപ്പിന്റെ ഞാൻ ഇതേപോലെ 2 എണ്ണം പറഞ്ഞു തരും. ഒരെണ്ണം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. അപ്പോൾ ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും ആണല്ലോ. ഇതിന്റെ ആദ്യത്തെ മോഡാണ് ഇപ്പൊ പറയാൻ പോകുന്നത്, ഫസ്റ്റ് മോഡ്. ഫസ്റ്റ് മോഡ് നോക്കി എങ്ങനെയായിരിക്കും വരിക? ഇങ്ങനെ എങ്ങനെയായിരിക്കും വരിക? ഓക്കെ, ഇത് മൊത്തം എന്താണ്? ലെങ്ത് L ആണ്. ഇനി നമ്മളുടെ ടാസ്ക് എന്താണ്? നമ്മൾ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ഇതിനെ ഞാനൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തിനാണ് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? എന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എക്സാമിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കല്ലേ. അപ്പോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത്രയും വേവിന്റെ ഹാഫ്. അപ്പൊ ഇതെന്ത് വരും? ഇത് λ/4. ഇവിടെയും വേവിന്റെ ഹാഫ് ആണ്. സോ λ/4. അപ്പൊ നമുക്ക് എത്ര λ/4? 2 λ/4 കിട്ടി അല്ലേ? അപ്പൊ ഈ λ/4ഉം λ/4ഉം കൂടെ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും?
2 λ/4 അല്ലേ? 2 λ/4 കിട്ടും. സോ ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് λ/2 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ മൊത്തം നമുക്ക് എത്ര ഉണ്ട്? λ/2 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് L എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? L = λ/2 ആണെന്ന് എടുക്കാം. ഇനി നമുക്കറിയാം എന്ന് പറയുന്നത് എന്താണ്? V/ν ആണ് അല്ലേ? അപ്പൊ ഈ V/ν അകത്തുനിന്ന് നമുക്ക് ഈ ലാംഡ വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാലോ. അപ്പൊ L എന്ന് പറയുന്നത് എന്ത് വരും? V/2ν എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ന്യൂ എന്താണ്? ന്യൂ എന്ന് പറയുന്നത് V/2L എന്ന് കിട്ടി. ഇത് ഫസ്റ്റ് മോഡ് ആയതുകൊണ്ട് ν1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് V/2L കിട്ടി. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഹാർമോണിക്സ്. ഇനി വിയുടെ വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ V = √Γ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഈ ഇക്വേഷൻ ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 1/2L √Γ എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക്സ്. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് മോഡ്. സെക്കൻഡ് മോഡിൽ ഫിഗർ എങ്ങനെയായിരിക്കും വരിക? നോക്കിക്കോണേ. ആദ്യം ഇങ്ങനെ വന്നു, ഇങ്ങനെ കണ്ടോ? ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. എന്തിനാ? എളുപ്പത്തിന് വേണ്ടി. ഇവിടെ ഒരു λ/4 ഉണ്ട്, ഇവിടെ ഒരു λ/4 ഉണ്ട് അല്ലേ? അപ്പൊ λ/4ഉം λ/4ഉം കൂടെ കൂട്ടിയാൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? λ/2 കിട്ടും അല്ലേ? λ/4 പ്ലസ് λ/4 അതെനിക്ക് എന്താ കിട്ടുന്നത്? 2 λ/4 അല്ലേ? അപ്പൊ ഇതും ക്യാൻസൽ ആയിട്ട് λ/2 എന്ന് കിട്ടും. ഇവിടെ ഒരു λ/4 ഉണ്ട്, ഇവിടെ ഒരു λ/4 ഉണ്ട്, ഇവിടെയും എനിക്ക് λ/2 എന്ന് കിട്ടും. ആണല്ലോ? ഇനി നോക്കിക്കേ. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയ L എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2 λ/2 ഈക്വൽ ആണ്. വെട്ടിക്കളയണോ? വേണ്ട. ഇവിടെ നിന്നും ലാംഡയുടെ വാല്യൂ നമുക്കറിയാം. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? V/ν ആണെന്നറിയാം. ആണല്ലോ? ഇനി അപ്പൊ നമുക്ക് ഈ ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ ഇത്? അപ്പൊ എന്ത് വരും? L = 2V/2ν എന്ന് വരും. ഇനി നോക്കിക്കേ, ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ന്യൂ = 2V/2L എന്ന് കിട്ടി. അപ്പോ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ആയതുകൊണ്ട് ν2 എന്ന് കൊടുത്തു അല്ലേ? ഈ V/2L എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് മോഡല്ലേ? അപ്പൊ ഫസ്റ്റ് മോഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ν2 എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കാം? 2 × ν1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് മോഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അതേപോലെ തന്നെ തേർഡ് മോഡ്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഞാൻ എങ്ങനെയാണ് ലാംഡ എടുക്കുന്നതെന്ന് പറയാം. നോക്കിക്കേ, ഓപ്പൺ പൈപ്പാണ്. സോ നമുക്ക് മുമ്പേ ഒരു വേവ് ഫുള്ളായിട്ട് വന്നല്ലേ മിഡിൽ പോർഷനിൽ. ഇവിടെ 2 വേവ് ഫുള്ളായിട്ട് വരും. അപ്പൊ നമുക്ക് 1 ഇങ്ങനെ. ഇനി ഇതിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നതാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇവിടെ എന്ത് വരും? ഇവിടെ λ/4 ഉണ്ട്, λ/4 ഉണ്ട്. അപ്പൊ ഇത് മൊത്തത്തില് λ/2. ഇവിടെ λ/2, ഇവിടെയും λ/2 അല്ലേ? ഇവിടെ λ/4, ഇവിടെ λ/4, ഇവിടെ λ/4, ഇവിടെ λ/4. അങ്ങനെ നമുക്ക് ഇത് മൊത്തം L ആണ്. സോ നമുക്ക് L എന്ന് പറയുന്നത് എന്ത് കിട്ടി? 3 λ/2 എന്ന് കിട്ടി. ആണല്ലോ? ഇനി എന്ത് ചെയ്യുക? മുമ്പേ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ ചെയ്യുക. അപ്പൊ നമുക്കൊരു ν3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? മോഡ്സിൽ പഠിക്കാനുള്ളത്. ഇനി ജസ്റ്റ് ഇതിന്റെ ഒരു റേഷ്യോയും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ക്ലോസ്ഡ് പൈപ്പ്, നമ്മൾ ആദ്യം നോക്കിയ ക്ലോസ്ഡ് പൈപ്പിന്റെ റേഷ്യോ ഒന്നുമില്ല. അതായത് നമുക്ക്
ഒരു ന്യൂ 1 വാല്യൂ കിട്ടി, ന്യൂ 2 വാല്യൂ കിട്ടി, ന്യൂ 3 വാല്യൂ കിട്ടി അല്ലേ? നമുക്ക് ആദ്യം കിട്ടിയ ന്യൂ 1 വാല്യൂ ന്യൂ 1 എന്ന് തന്നെ എഴുതി. ഇനി ന്യൂ 2 വാല്യൂ എന്താ കിട്ടിയത്? 3 ന്യൂ 1 എന്നാ കിട്ടി അല്ലേ? അടുത്തത് ന്യൂ 3 വാല്യൂ എന്താ കിട്ടിയേ? 5 ന്യൂ 1 എന്നാ കിട്ടിയേ. അപ്പൊ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ന്യൂ 1 എല്ലാം സെയിം അല്ലേ? സോ നമുക്ക് ന്യൂ 1 എല്ലാം ക്യാൻസൽ ആക്കിയിട്ട് ബാക്കി വരുന്നത്, ഇവിടെ നമ്പർ ഇല്ലെങ്കിലും ഇവിടെ മീനിങ് എന്താണ്? 1 ഉണ്ടെന്നാണ് മീനിങ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1:3:5. അപ്പൊ നമ്മളുടെ ക്ലോസ്ഡ് പൈപ്പിന്റെ റേഷ്യോ എങ്ങനെയായിട്ട് എഴുതി? 1:3:5 എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഓഡ് ഹാർമോണിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓഡ് ഹാർമോണിക്സ് ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ. ഇനി അതേപോലെ തന്നെ ഓപ്പൺ പൈപ്പിന്റെ കേസിൽ എങ്ങനെയാ വരിക? ഓപ്പൺ പൈപ്പ് നോക്കിക്കേ, നമുക്ക് ന്യൂ 1 ഉണ്ടായിരുന്നു, ന്യൂ 2 ഉണ്ടായിരുന്നു, ന്യൂ 3 ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ന്യൂ 1 ആയിട്ട് തന്നെ എടുത്തു. ന്യൂ 2 എന്താ കിട്ടിയേ? 2 ന്യൂ 1 ആ കിട്ടിയേ. ന്യൂ 3 നമുക്ക് കിട്ടുന്നത് 3 ന്യൂ 1 ആയിട്ടാണ്. സോ ന്യൂ 1 എല്ലാം ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി വരുന്നത് 1:2:3. ഈ റേഷ്യോയും പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും പോർഷൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം പോവാന്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ ആണ് നമ്മൾ നെക്സ്റ്റ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇത് ഇത്രയും കാണുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.